രാജ്യത്ത് കോവിഡ് കേസുകൾ കുതിച്ചുയരുന്നു. 24 മണിക്കൂറിനിടെ രാജ്യത്ത് ഉണ്ടായത് 5 മരണം. 4026 കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ 2 മരണവും പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലും 1 മരണവും റിപ്പോർട്ട് ചെയ്തു. 24 മണിക്കൂറിനിടെ കൂടുതൽ കേസുകളും റിപ്പോർട്ട് ചെയ്തത് ഗുജറാത്തിലും കർണാടകയിലുമാണ്. കേരളത്തിൽ കേസുകളുടെ എണ്ണത്തിൽ കുറവുണ്ട്. 1416 പേർക്കാണ് കോവിഡ് റിപ്പോർട്ട് ചെയ്തത്. 24 മണിക്കൂറിനിടെ കേരളത്തിൽ 1 മരണം റിപ്പോർട്ട് ചെയ്തു. 80 വയസ്സുള്ള ആളാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. രാജ്യത്തെ 24 മണിക്കൂറിനിടെ 5 മരണം രേഖപ്പെടുത്തി. അതേസമയം രാജ്യത്ത് കോവിഡ് കേസുകൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ മാർഗനിർദ്ദേശങ്ങളുമായി സംസ്ഥാന ആരോഗ്യവകുപ്പ് രംഗത്തുണ്ട്. രോഗലക്ഷണമുള്ളവർ എല്ലാവരും കോവിഡ് പരിശോധന നടത്തണം എന്നത് ഉൾപ്പെടെയുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ഉപയോഗം പ്രോത്സാഹിപ്പിക്കുവാനും നിർദ്ദേശമുണ്ട്. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന് പിന്നാലെയാണ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയത്. രോഗലക്ഷണങ്ങളുള്ളവരെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. ശ്വാസതടസ്സം, കടുത്ത നെഞ്ചുവേദന, രക്തസമ്മർദ്ദം കുറയൽ, തലചുറ്റൽ മുതലായ ലക്ഷണങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. രോഗം ഗുരുതരമാകാൻ സാധ്യതയുള്ള ഹൈ റിസ്ക് വിഭാഗത്തിലുള്ളവർ നിർബന്ധമായും പൊതുസ്ഥലത്ത് മാസ്ക് ധരിക്കണമെന്നാണ് നിർദ്ദേശം. രോഗലക്ഷണങ്ങൾ ഉള്ളവർ ദുരിതാശ്വാസ ക്യാമ്പുകളിലുണ്ടെങ്കിൽ മാസ്ക് ധരിക്കണം. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ സർക്കാർ സ്വകാര്യ ആശുപത്രിയിൽ മോക്ക് ഡ്രിൽ നടത്തണം. ആശുപത്രിയിൽ കൂട്ടിരിപ്പുകാർ ഉൾപ്പെടെ നിർബന്ധമായി മാസ്ക് ധരിക്കണം. കോവിഡ് പരിശോധനയ്ക്ക് ജില്ലകൾ RT-PCR സംവിധാനങ്ങൾ ഉപയോഗിക്കണം. പൊതു ഇടങ്ങളിൽ മാസ്ക് ഉപയോഗം പരമാവധി പ്രോത്സാഹിപ്പിക്കണം. ആശുപത്രിയിൽ സന്ദർശകരുടെയും കൂട്ടിരിപ്പുകാരുടെയും എണ്ണം പരമാവധി നിയന്ത്രിക്കണമെന്നും ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയ മാർഗനിർദ്ദേശത്തിൽ പറയുന്നു.